നമസ്കാരം. അഴിമതി ചോദ്യം ചെയ്ത് CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന് മത്സരിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് റീകൗണ്ടിങ്ങിൽ വിജയം. ആദ്യ ഫലം വന്നപ്പോൾ പള്ളിക്കൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീനാദേവി തോറ്റെന്നായിരുന്നു മത്സരഫലം. പിന്നീട് റീകൗണ്ടിംഗ് നടത്തിയപ്പോൾ 196 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീനാദേവി വിജയിച്ചത്. ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി ശ്രീലത രമേശ് ആയിരുന്നു. CPIയുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. അഴിമതി ചോദ്യം ചെയ്തതായിരുന്നു CPIയിലെ പ്രശ്നമെന്നതായിരുന്നു ശ്രീനാദേവി പാർട്ടി വിട്ട സമയം പറഞ്ഞത്. ആദ്യം തോറ്റുവെന്ന് ഫലം വന്നെങ്കിലും പള്ളിക്കൽ ഡിവിഷനിൽ റീകൗണ്ടിംഗ് നടത്തുകയായിരുന്നു. റീകൗണ്ടിങ്ങിന് പിന്നാലെയാണ് ശ്രീനാദേവിയെ റിട്ടേണിംഗ് ഓഫീസർ വിജയിയായി പ്രഖ്യാപിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. നേരത്തെ CPI ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച പള്ളിക്കൽ ഡിവിഷൻ തന്നെയാണ് കോൺഗ്രസും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് നൽകിയത്. അധികാരമല്ല ആദർശമാണ് വലുതെന്നായിരുന്നു CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പ്രതികരണം. CPI വിട്ടെന്നും പാർട്ടിയുടെയും AYFന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ഇക്കഴിഞ്ഞ നവംബർ 3-നാണ് ശ്രീനാദേവി മാധ്യമങ്ങളെ അറിയിച്ചത്. ബലാത്സംഗ കേസിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ പാലക്കാട് MLAയുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവിയുടെ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ ഈ വിഷയത്തിൽ അവരെ തള്ളുന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. CPIയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളെ കണക്കിന് വിമർശിച്ചതിനു ശേഷമായിരുന്നു ശ്രീനാദേവി പാർട്ടി വിട്ടത്. LDF നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് എത്തേണ്ടതായിരുന്ന ശ്രീനാദേവിയെ പാർട്ടി ഒഴിവാക്കിയിരുന്നു. ഏറെ നാളായി നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഇവർ. മുമ്പ് പള്ളിക്കലിലെ CPI പ്രതിനിധിയായിരുന്ന ശ്രീനാദേവി നവംബർ 17-ന് KPCC ആസ്ഥാനത്തെത്തിയതിന് പിന്നാലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും മറ്റു മുതിർന്ന നേതാക്കളും ചേർന്നാണ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ശ്രീനാദേവി ഇട്ട പോസ്റ്റ് CPI വെട്ടിലാക്കിയിരുന്നു. എന്നാൽ CPI ഇവരെ തള്ളുന്ന നിലപാടാണ് സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്നുമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഈ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇരകളെ മാത്രമല്ല, ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നായിരുന്നു ശ്രീനാദേവി ഫേസ്ബുക്കിൽ കുറിച്ചത്.